ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അതിഥി പിഗ്മി ഹോഗ് എന്ന് പറയുന്ന ഒരു മാമലാണ്. അപ്പൊ സ്പീഷീസ് ഇൻ ന്യൂസിൽ പിഗ്മി ഹോഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തവണത്തെ എക്സാമിന്. കാരണം ഈ പിഗ്മി ഹോഗിനെ കുറിച്ച് റീസെൻ്റ്ലി ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്ത് റിപ്പീറ്റഡ്ലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് പിഗ്മി ഹോഗിൻ്റെത്. അപ്പൊ നമുക്കൊരു ന്യൂസിലേക്ക് പോകാം. റെയർ പിഗ്മി ഹോഗ്സ് റീഇൻട്രൊഡ്യൂസ് ഇൻ ദെയർ ഹിസ്റ്റോറിക്കൽ ഹോം ഇൻ ആസാം. ഈ റെയർ ആയിട്ടുള്ള പിഗ്മി ഹോഗിനെ അവരുടെ ഹിസ്റ്റോറിക്കൽ ഹോം ആയിട്ടുള്ള ആസാമിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയുക. അതായത് ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിൽ ജനിച്ച കുറച്ച് പിഗ്മി ഹോഗ്സിനെ അവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു ന്യൂസ്. ഇനി നമുക്ക് പിഗ്മി ഹോഗിലേക്ക് പോകാം. അതിനുശേഷം അതിന്റെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ പറയുന്നതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. The pygmy hog is the smallest and rarest wild pig in the world. ലോകത്തിൽ തന്നെ റേറസ്റ്റും ഏറ്റവും സ്മോളസ്റ്റുമായിട്ടുള്ള ഏറ്റവും ചെറുതും വളരെ അപൂർവവുമായിട്ടുള്ള ഒരു വൈൽഡ് പിഗ് ആണ് പിഗ്മി ഹോഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻഡമിക് ടു ഇന്ത്യ. അപ്പൊ ശ്രദ്ധിക്കുക, എൻഡമിക് എന്നുള്ള പദം എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ്. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗം എൻഡമിക് ടു പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ അത് അവിടെ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇറ്റ് ഈസ് എൻഡമിക് ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു വൈൽഡ് പിഗ് ആണ് എന്ത് പിഗ്മി ഹോഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ഇന്ത്യക്ക് പുറത്ത് ഇതിനെ കാണുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയാണ് എന്നാണ് ഇറ്റ് ഈസ് എൻഡമിക് ടു ഇന്ത്യ എന്ന വേർഡ് കൊണ്ട് അല്ലെ ആ സെന്റൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എൻഡമിക് എന്നുള്ള കീ വേർഡ് ഒന്ന് ഓർത്തു വെക്കുക. ആൻഡ് ദ പിഗ്മി ഹോഗ് ഈസ് എ സ്യൂഡ് നേറ്റീവ് ഓഫ് ദ അലൂവിയൽ ഗ്രാസ്ലാൻഡ്സ് ഇൻ ദ ഫുഡ് ഹിൽസ് ഓഫ് ദ ഹിമാലയ. ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലുള്ള അലൂവിയൽ ഗ്രാസ്ലാൻഡിലാണ് ഈ പിഗ്മി ഹോഗിനെ കാണുക. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പിഗ്മി ഹോഗ് ഇസ് എ സ്യൂഡ് നേറ്റീവ്. സ്യൂഡ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. സ്യൂഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡ് അല്ലെങ്കിൽ സ്യൂഡെ എന്ന് പറഞ്ഞാൽ എ ഫാമിലി ഓഫ് മാമൽസ് ആണ്. ഒരു പർട്ടിക്കുലർ മാമൽ സ്പീഷീസിന്റെ ഫാമിലിയെ പറയുന്നതാണ് സ്യൂഡ് അല്ലെങ്കിൽ സ്യൂഡെ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോമൺ ആയിട്ട് പിഗ്, ഹോക്സ് എന്നൊക്കെ പറയുന്ന മൃഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനാണ് സ്യൂഡ് എന്ന് പറയുക അല്ലെങ്കിൽ സ്യൂഡെ എന്ന് പറയുക. അപ്പൊ സ്യൂഡെ ഈസ് എ ഫാമിലി ഓഫ് മാമൽസ് വിച്ച് ആർ കോമൺലി കാൾഡ് പിഗ്സ്, ഹോക്സ് ഓർ സ്വൈൻ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ പിഗ്മി ഹോഗ് എന്ന് പറയുന്ന മൃഗം ആക്ച്വലി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് നമ്മൾ ഇതിനെ കണ്ടെത്തുകയായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദിസ് സ്പീഷീസ് വാസ് തോട്ട് ടു ഹാവ് ഗോൺ എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ ഏർലി 1960s. അപ്പൊ 1960കളിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയെന്നാണ്. കാരണം ഇതിനെ നമ്മൾ കാണുന്നില്ല. ആകെ ഞാൻ പറഞ്ഞു എൻഡമിക് ടു ഇന്ത്യ ആണ്. അതിൽ തന്നെ ഹിമാലയൻ ഫുഡ് ഹിൽസിലുള്ള ഗ്രാസ് ലാൻഡിൽ മാത്രം ഇതിനെ കാണാൻ പറ്റുകയുള്ളായിരുന്നു. 1960കളിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയെന്നാണ്. ബട്ട് ഇൻ 1971 എ സ്മോൾ പിഗ്മി ഹോഗ് പോപ്പുലേഷൻ വാസ് റീഡിസ്കവേർഡ് ആസ് ദേ വെയർ ഫ്ലീയിങ് എ ഫയർ നിയർ ദ ബർണാഡി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ആസാം. അപ്പൊ 1960കളിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഈ പിഗ്മി ഹോഗിന് 1971 ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായ സമയത്ത് ബെർണാഡി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആസാമിലുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അപ്പൊ ബെർണാഡി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അടുത്ത് വെച്ച് ഒരു പാക്ക് ഓഫ് പിഗ്മി ഹോഗ്സിനെ നമ്മൾ റീഡിസ്കവർ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് നമുക്ക് ഈ പിഗ്മി ഹോഗ്സിനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ആസാമിൽ തന്നെയാണ്. വെസ്റ്റേൺ ആസാമിലെ മനസ് നാഷണൽ പാർക്കിലാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കുക. ടുഡേ ദ ഓൺലി നോൺ പോപ്പുലേഷൻ ഓഫ് പിഗ്മി ഹോഗ്സ് റിസൈഡ്സ് ഇൻ മനസ് നാഷണൽ പാർക്ക് ഇൻ ആസാം. അപ്പൊ ഇന്ന് നമുക്ക് അറിയുന്ന, ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്കതിനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്നിടത്തോളം നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പിഗ്മി ഹോഗ്സ് എല്ലാം തന്നെ നമ്മുടെ ഈ മനസ് നാഷണൽ പാർക്ക്, ആസാമിലെ വെസ്റ്റേൺ ആസാമിലെ
മനസ് നാഷണൽ പാർക്കിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് ലോകത്തിൽ തന്നെ, ഇന്ത്യയിൽ നിന്നല്ല, ഒന്നാമത് എൻഡമിക് ടു ഇന്ത്യയാണ്, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇന്ന് നമുക്കിതിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആസാമിലാണ്, പർട്ടിക്കുലർലി വെസ്റ്റേൺ ആസാമിലെ മനസ് നാഷണൽ പാർക്കിലാണ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ ന്യൂസിൽ വന്നത് കൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയത് എന്ന് പറഞ്ഞു. അപ്പോ ഈ മനസ് നാഷണൽ പാർക്കിലേക്കാണ് ഈ പറയുന്ന പിഗ്മി ഹോക്സിനെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്യാപ്റ്റീവ് ബ്രീഡിംഗിൽ ഉണ്ടായ പിഗ്മി ഹോക്സിനെ ഈ മനസ് നാഷണൽ പാർക്കിലേക്ക് ഇറക്കി വിട്ടു. അതായിരുന്നു കറണ്ട് അഫയേഴ്സിലെ ന്യൂസ്. 18 captive bred pygmy hawks were released in Western Assam's Manas National Park and Tiger Reserve Zone September 30, 2023. 2023 സെപ്റ്റംബർ 30-ന് 18 ക്യാപ്റ്റീവ് ബ്രീഡിംഗിൽ ഉണ്ടായ പിഗ്മി ഹോക്സിനെ റിലീസ് ചെയ്തു എന്നുള്ളതായിരുന്നു ന്യൂസ്. അപ്പൊ അതങ്ങനെ വെറുതെ ഒരു രീതിയിൽ റിലീസ് ചെയ്യല്ല. ഇത് ഈ പിഗ്മി ഹോക്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടി അറിയാൻ വേണ്ടിയിട്ട് ഈ കറണ്ട് അഫയേഴ്സ് മാറ്റർ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയത്. ഇറ്റ് വാസ് ദ 4th സച്ച് എക്സസൈസ് അണ്ടർടേക്കൺ അണ്ടർ ദ പിഗ്മി ഹോക്ക് കൺസർവേഷൻ പ്രോഗ്രാം PHCP ആനുവലി സിൻസ് 2020. 2020 ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് പിഗ്മി ഹോക്ക് കൺസർവേഷൻ പ്രോഗ്രാം. അപ്പൊ ഈ പിഗ്മി ഹോക്ക് കൺസർവേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് 2020 മുതൽ 2020, 21, 22, 23. അപ്പൊ 23-ലെ ന്യൂസാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 2020 മുതൽ ഇത് ന്യൂസിലുണ്ട്. ഈ പറയുന്ന പിഗ്മി ഹോക്ക് കൺസർവേഷൻ പ്രോഗ്രാം 2020 സ്റ്റാർട്ട് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 2020 മുതൽ ഈ പിഗ്മി ഹോക്സിനെ, ക്യാപ്റ്റീവ് ബ്രീഡിംഗിൽ ഇറങ്ങുന്ന പിഗ്മി ഹോക്സിനെ ഈ മനസ് നാഷണൽ പാർക്കിൽ ഇറക്കി വിടുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഇതിന്റെ IUCN റെഡ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസ് ഒക്കെ പറയുകയാണെങ്കിൽ വിക്കിപീഡിയ അടക്കമുള്ള ഓപ്പൺ സോഴ്സുകളിൽ നിങ്ങൾ നോക്കിയാൽ എൻഡേഞ്ചേർഡ് എന്നാണ് കാണുക. അത് തെറ്റാണ്, ശ്രദ്ധിക്കുക. IUCN റെഡ് ലിസ്റ്റിൽ ഒഫീഷ്യലി പിഗ്മി ഹോക്സിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഞാനത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിക്കിപീഡിയ പോലുള്ള പല ഓതന്റിക് സോഴ്സുകളിലും ഇപ്പോഴും അത് ക്ലാരിറ്റി ഇല്ല. എൻഡേഞ്ചേർഡ് എന്നാണ് കിടക്കുന്നത്, എൻഡേഞ്ചേർഡ് അല്ല. IUCN റെഡ് ലിസ്റ്റിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു അനിമലാണ് പിഗ്മി ഹോക്ക് എന്ന് പറയുന്നത്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 വരുന്ന മൃഗമാണ് പിഗ്മി ഹോക്ക്. അപ്പൊ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എൻഡേഞ്ചേർഡ് ആണോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ എന്നുള്ളതാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്നാണ് IUCNന്റെ ഒഫീഷ്യൽ റെഡ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.